ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഈ രീതിയിൽ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ്. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ രീതിയിലുള്ള നൂഡിൽസ് എഗ് ഹക്ക നൂഡിൽസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഷോപ്പുകളിൽ കിട്ടും. ഇനി വെള്ളം ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നൂഡിൽസ് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ രീതിയിലൊന്ന് ചെറുതായിട്ട് ഫോർക്ക് വെച്ച് ഒന്ന് അടർത്തിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം ഒന്ന് വിടർന്ന് കിട്ടും. ഇപ്പോൾ നൂഡിൽസ് വെന്തിട്ടുണ്ട്. നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നൂഡിൽസ് വേവിക്കുക. അതിനുശേഷം അത് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണിത്. ഇനി അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നൂഡിൽസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസുകളായതുകൊണ്ട് വേഗം നമുക്ക് വറുത്ത് കിട്ടും. ഇനി അത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളും ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു 2 ചെറിയ വെളുത്തുള്ളിയാണ്. അതൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സെലറി, 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്. ഇവയെല്ലാം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്നും അധികം മൂത്ത് പോവരുത്. ഇനി ഇതിലേക്ക് വളരെ ചെറിയൊരു സവാളയാണ്, അത് നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഒരു 4-5 ബീൻസ്, അതും ഈ രീതിയിൽ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണിത്, അതും നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇവയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ നൂഡിൽസും ഫ്രൈഡ് റൈസും എല്ലാം ഉണ്ടാക്കുമ്പോൾ അത് കുക്ക് ചെയ്യാനായിട്ട്. നന്നായി ഒന്ന് വഴന്ന് വന്നാൽ മതി, അധികം വെന്ത് ഉടഞ്ഞു പോവരുത്. പിന്നെ ഇത് 2 കളറിലുള്ള ക്യാപ്സിക്കമാണ്. പിന്നെ ഒരു 1/2 കപ്പ് ക്യാബേജ്, ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോയാ സോസിലും പിന്നെ ചിക്കനും നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നൂഡിൽസും ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. പച്ചക്കറികൾക്കെല്ലാം ചെറിയൊരു ക്രഞ്ചിനെസ് ഉണ്ടായിരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ നൂഡിൽസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇനി ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സോയാ സോസാണിത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇവയെല്ലാം ഒഴിച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വേണ്ട എങ്കിൽ ഇത്രയും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയാണ്, അതുകൂടി ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഇട്ട് ഇനി നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഹൈയിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ചെയ്തെടുക്കാൻ.
ഈ രീതിയിൽ 2 സ്പൂൺ വെച്ചോ അല്ല എന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചോ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം സ്പ്രിംഗ് ഒനിയൻ കൂടി നമുക്ക് ഒന്ന് തൂവി കൊടുക്കാം. താങ്ക് യു.